ഇരുവേരി CHC-യുടെയും ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശൈലി സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സർവേ പ്രവർത്തനങ്ങൾക്ക് കണയന്നൂരിൽ തുടക്കമിട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ശൈലി ആപ്പ് എന്നുള്ള നിലക്ക് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോഴാണ് നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആപ്പ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ആപ്പാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഇതിനോട് പൂർണ്ണമായി സഹകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളെ ജീവിതത്തിൽ രോഗം ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലിൻ്റെ കൂടി ഭാഗമാണ് ഈ തരത്തിലുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഇടപെടലും അതുവഴി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെയും ആശാവർക്കർമാരെയും ഉൾപ്പെടെയുള്ള ആളുകളെയും ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തുകളെ സംയുക്തമായിട്ടുള്ള പ്രവർത്തനം എന്നുള്ള നിലക്ക് നടത്തുന്നു. വാർഡ് മെമ്പർ MV അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഇരുവേരി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K മായ പദ്ധതിയുടെ വിശദീകരണം നടത്തി. നമ്മുടെ ഇന്ന് നടക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ശൈലി വാർഷിക ആരോഗ്യ പരിശോധനയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത്. നമ്മുടെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ശൈലി 2 എന്നാണ് ഈ പരിപാടിയുടെ പേര്. അപ്പോൾ ഇത് വാർഷിക ആരോഗ്യ പരിശോധനയാണ് ഇതിലൂടെ നടത്തുന്നത്. ഇതിനായി ആശാവർക്കർമാർ സർക്കാർ തയ്യാറാക്കിയ വിശദമായ ചോദ്യാവലിയുമായി നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരം കൊടുത്ത് നമ്മുടെ രോഗസാധ്യത നേരത്തെ തന്നെ അറിയുന്നതിന് ജീവിതശൈലി രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ക്ഷയരോഗം, കുഷ്ഠരോഗം, മാനസികാരോഗ്യ അതുപോലെ വാർദ്ധക്യ സഹജമായ രോഗം, കാഴ്ച കേൾവി സംബന്ധമായ രോഗങ്ങൾ എന്നിവ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യാവലി. അങ്ങനെ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധ്യതയുള്ളവർക്കായിട്ട് ജനകീയ ആരോഗ്യ കേന്ദ്രം വഴി നമ്മുടെ പരിശോധന നടത്തി നേരത്തെ തന്നെ രോഗം സാധ്യത ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുവാനും നേരത്തെ തന്നെ ചികിത്സ ഉറപ്പാക്കി രോഗാതുരത കുറയ്ക്കുവാനും ആണ് സാധിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരായ HSC മനോജ്, HIKT ബിന്ദു, PHN മോളി ജോസഫ്, മുഹമ്മദ് നിയാസ്, ആശാവർക്കർ P സതീദേവി, E ജിൻസി തുടങ്ങിയവർ പങ്കെടുത്തു. സർവേ ഡിസംബറിനുള്ളിൽ പൂർത്തീകരിക്കും.